ഹായ്, നമസ്കാരം. അപ്പം നമ്മൾ CMA ഇന്ററിന്റെ പിടിച്ചു കോഴ്സിലേക്കാണ് നമ്മളിപ്പം അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ നേരിട്ട് കാണാൻ പോവാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ നേരിട്ട് ഒരു സ്റ്റുഡൻറ് ടീച്ചർ എന്നുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യും. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റിൽ അടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിനൊരു ഓവർവ്യൂ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എന്താണ് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും നിങ്ങളെ എന്താണ് ചിലപ്പോൾ നിങ്ങളെ സിലബസിനെ ബാധിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ പല കുട്ടികൾക്കും ചിലപ്പം ഭയങ്കരമായിട്ട് എന്താണ് നമ്മളുടെ ഇന്ററിൽ ഉള്ളത്, ഭയങ്കര ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു ഈ എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്ന് അറിയാത്തതിൻ്റെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വെബ്സൈറ്റിലും ഇതിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് അതിലുള്ള സബ്ജക്റ്റുകൾ, നമ്മൾ അപ്പോഴായിരിക്കും ആദ്യമായിട്ട് നമ്മൾ കേൾക്കാത്ത കുറേ സബ്ജക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുക അല്ലേ. അത് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി, കോസ്റ്റിംഗ്. എന്താ ഈ കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പോലും നമ്മൾ അന്ന് ഇന്റർവ്യൂ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല. ആ കാര്യം നമുക്ക് അക്കൗണ്ട്സ് അറിയാം, പിന്നെ ഫൗണ്ടേഷൻ്റെ സമയത്ത് നമ്മൾ ലോ നമ്മൾ അറിയാം, പിന്നെ ടാക്സേഷൻ എന്ന് പറഞ്ഞ പുതിയ സാധനം നമ്മൾ ഇന്ററിൽ പഠിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് പുതിയ സബ്ജക്റ്റുകൾ നമുക്ക് ഇന്ററിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ പല കുട്ടികൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ഇന്ററിൽ നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ ആയിരിക്കും ഇത്, ഞങ്ങളെ കൊണ്ട് പറ്റുമോ, ഞങ്ങള് എന്താണ് ഇതിൽ പാസ്സാവോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ എല്ലാ സ്റ്റുഡൻസിന്റെ ഇടയിലും പല രീതിയിൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സബ്ജക്റ്റ് നമ്മൾ നേരിട്ട് എൻറ്റയർലി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിലുള്ളത്, ഇത് അത്ര പാനിക് ആവേണ്ട സബ്ജക്റ്റ് ആണോ, അത്ര വലിയ ഓഡിറ്റിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ വലിയ സംഭവമാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ, അല്ലെങ്കിൽ എത്രയേ ഉള്ളൂ എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സബ്ജക്റ്റിലേക്ക് കടക്കാം അല്ലേ. എൻ്റെ പേര് ഹാദിൽ എന്നാണ്. ഹാദിൽ, ഞാൻ ആണ് നിങ്ങളുടെ CMAയുടെ ഓഡിറ്റിംഗ് കവർ ചെയ്യുന്നത്. ഞാനും പിന്നെ ഇന്ദുസാർ സാറും കൂടെ ഉണ്ട്, നമ്മൾ രണ്ടുപേരായിരിക്കും കവർ ചെയ്യുക. പിന്നെ CMA ഇന്ററില് നമ്മളുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സെപ്പറേറ്റ് പേപ്പറായിട്ട് നമുക്കില്ല. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സിന്റെ കൂടെ ഉള്ള ഒരു പേപ്പറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വരുന്നത്. അതായത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലസ് ഓഡിറ്റിംഗ്, ഇതാണ് നമ്മളുടെ പേപ്പർ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൽ 50 മാർക്ക്, ഓഡിറ്റിങ്ങിൽ 50 മാർക്ക്. ഓക്കെ, അപ്പം 100 മാർക്കിന്റെ സബ്ജക്റ്റിൽ 50 മാർക്ക് ഓഡിറ്റിങ്ങും 50 മാർക്ക് അക്കൗണ്ട്സിനുമാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടാണ്, ഇന്റർലെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഓഡിറ്റിംഗ് എന്നതുകൊണ്ട് നിങ്ങൾ മീൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഈ സബ്ജക്റ്റിനെ കുറിച്ച്? പല കുട്ടികളും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഓഡിറ്റർ എന്നൊക്കെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ശരിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു കോഴ്സിന്റെ CMA അല്ലെങ്കിൽ CA ഒക്കെ കോഴ്സിന്റെ ഒക്കെ ഒരു മൂല്യനിർണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് എത്ര വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ സിഗ്നേച്ചറിനാണ് അല്ലെ. സിഗ്നേച്ചർ വാല്യൂ ആണ് എന്ന് പറയും അല്ലെ, നിങ്ങളുടെ സൈനിനാണ് ഈ വില എന്നൊക്കെ പറയും അല്ലെ. ഈ സിഗ്നേച്ചർ നമ്മൾ എവിടെയാണ് ഇടുക? നമ്മൾ എവിടെ ഇട്ടാലും സിഗ്നേച്ചറിന് വില ഉണ്ടോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബാങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇടും. അവിടെ എനിക്ക് എന്താ വില? എനിക്ക് അവരെന്തെങ്കിലും തരുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ സിഗ്നേച്ചറിന്റെ വാല്യൂ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി നമ്മൾ വിളിക്കുക ഓഡിറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുക. ഈ ഓഡിറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓഡിറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കും. ആർക്ക്? നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത ആൾക്ക്, നമ്മളെ ക്ലയന്റിന്. ഓക്കെ, ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ വിളിക്കുക ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് നമ്മൾ വിളിക്കുക. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്? ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? ഓഡിറ്റർ ആയിരിക്കും. ഓഡിറ്റർ ആണ് എന്ത് ചെയ്യുക, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ആരാണ് ഓഡിറ്റർ? ഓഡിറ്റർ ഈസ് എ ക്വാളിഫൈഡ് പ്രൊഫഷണൽ അല്ലെ. അപ്പം ഓഡിറ്റർ CA ആവാം, CMA ആവാം അല്ലെ,
ഡിപ്പെൻസ്. സി എ എന്ന് പറയുന്നത് നമ്മൾ കമ്പനി ഓഡിറ്റർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഡിറ്റർ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റും കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത് CMA ആണ് എന്ത് ചെയ്യാൻ വരിക. അപ്പം എന്തായാലും യു ആർ നോൺ ആസ് ഓഡിറ്റർ. അപ്പം ഈ ഓഡിറ്റർ എന്ന് പറയുന്ന ആള് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, അയാളുടെ റിപ്പോർട്ട് ഉറപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹി ഹാവ് ടു ഒതന്റിക്കേറ്റ്, അയാൾ അതിനെ വാലിഡേറ്റ് ചെയ്യണം. അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഹി വിൽ പുട്ട് ഹിസ് സിഗ്നേച്ചർ അല്ലെ. ആ സിഗ്നേച്ചറിനാണ് നിങ്ങൾ ലക്ഷങ്ങൾ വില എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. അപ്പൊ യുവർ വാല്യൂ ഈസ് ആക്ച്വലി, നിങ്ങളുടെ വാല്യൂ ആയി നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്നത് നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമ്പോഴാണ്. ആ ഓഡിറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് നിങ്ങളെ സൈൻ നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുക. ആ സിഗ്നേച്ചറിനാണ് നിങ്ങളുടെ വില. അപ്പോൾ പലപ്പോഴും CMA അല്ലെങ്കിൽ CA കോഴ്സിന്റെ ഒക്കെ ഒരാകത്തുക എന്ന് പറയുന്നത് ബീങ് എൻ ഓഡിറ്റർ, ഒരു ഓഡിറ്റർ ആവുക എന്ന് പറയാം. അപ്പോൾ CA ആയിക്കഴിഞ്ഞാൽ, നിങ്ങൾ CMA ആയിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ആളുകൾ നിങ്ങളെ വിളിക്കുന്ന ഒരു പേരായിരിക്കും ഓഡിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഹീസ് എൻ ഓഡിറ്റർ, അയാൾ ഒരു ഓഡിറ്ററാണ്. CA ആണ് CMA ആണെന്നല്ല പറയാം. പലപ്പോഴും എന്താ പറയാ, ഓന് ഓഡിറ്റിങ്ങിന്റെ മെയിൻ ആളാണ്, ഓഡിറ്റർ ആണെന്നൊക്കെ എന്ത് ചെയ്യും പലരും പറയും അല്ലെ. അപ്പം ഓഡിറ്റിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഇൻ യുവർ കരിയർ. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിയാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആയിരിക്കും. പല ആളുകളും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയും ചിലപ്പോൾ ഓഡിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മളുടെ ഈ സിലബസിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. നിങ്ങളുടെ സിലബസിലെ എത്രാമത്തെ പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങളുടെ സിലബസിലെ 10ാമത്തെ പേപ്പറാണ്, 10th പേപ്പറാണ്. ഓക്കെ, ഈ പേപ്പറിൽ നിങ്ങൾക്ക് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 50 മാർക്കിന് നിങ്ങൾക്ക് ഓഡിറ്റിങ്ങും 50 മാർക്ക് നിങ്ങൾക്ക് അക്കൗണ്ട്സും ആയിരിക്കും. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 50 മാർക്സ് ആണ്. ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുക നമ്മൾ കവർ ചെയ്യുക. ഓഡിറ്റിങ്ങിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓഡിറ്റിന്റെ സിലബസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പാർട്ടായിട്ടാണ്, 3 മൊഡ്യൂൾസ് മാത്രമേ നമുക്ക് ഓഡിറ്റിങ്ങിലുള്ളൂ. ഒന്ന് ബേസിക്സ് ആണ്. എന്താണ് ബേസിക്സ്? രണ്ടാമത്തത് കമ്പനി ഓഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ നമുക്കുണ്ട്. ഇത് 3ഉമാണ് നമ്മളുടെ സിലബസ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത് ഇതിൽ നിന്നാണ് എന്നാണ് എന്ത് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഈ കോൺസെപ്റ്റ് പ്രകാരം നമ്മളോട് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് കമ്പനി ഓഡിറ്റിങ്ങിന്റെ പ്രൊവിഷനാണ്. 30% മാർക്കാണ്. എന്ന് വെച്ചാൽ 30 മാർക്ക് ഇതിൽ നിന്ന് വരുന്നത്, 50 മാർക്കിൽ 30 മാർക്ക് കൊടുക്കുന്ന വരികയെന്ന് വെച്ചാൽ കമ്പനി ഓഡിറ്റിംഗ് ആണെന്നാണ് ഇത് പറയുന്നത്. 10 മാർക്ക് നമുക്ക് ബേസിക്സ് എന്നും 10 മാർക്ക് നമുക്ക് ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് നമുക്ക് വരിക എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെയിറ്റേജ്. പക്ഷേ ഇതൊരു ഫിക്സഡ് വെയിറ്റേജ് ഒന്നല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറും. ചില സമയത്ത് ഈ ബേസിക്സ് ഒന്ന് ചിലപ്പോൾ 20 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെയിറ്റേജിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ എക്സാമിലും ഒരേപോലെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില എക്സാമുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിലബസിന്റെ ബിഗിനിങ്ങിലൊക്കെ 10% ഒന്നല്ല ബേസിക്സ് ഉണ്ടായിരുന്നു. ഒരു 20-25 മാർക്കിനൊക്കെ ചിലപ്പോൾ ബേസിക്സ് ഒന്ന് ചോദിച്ച അറ്റംപ്റ്റുകളുണ്ട്. ഓക്കെ, കമ്പനി ഓഡിറ്റിംഗ് വളരെ മിനിമൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 100% നമുക്ക് ആ വെയിറ്റേജിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ വെയിറ്റേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. മൊത്തം സിലബസ് ആസ് ഇറ്റ് ഈസ് എന്ത് ചെയ്യാം നമ്മൾ കവർ ചെയ്യും. ഇതിൽ നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3 മൊഡ്യൂൾസ് ഉള്ളൂ. നമ്മളുടെ ക്ലാസ് നോർമലി നമുക്ക് ഒരു 8 to 9 days മാക്സിമം നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ.
ഓക്കെ. അപ്പോൾ അത്രയും നമ്മളുടെ സിലബസിന്റെ ഒരു കണ്ടന്റ് നമുക്കുള്ളൂ. വളരെ ഈസി സ്കോറിംഗ് പേപ്പറാണ് ശരിക്കും ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് CMAയിൽ ഒരു സ്കോറിംഗ് പേപ്പറാണ്, തിയറി പേപ്പറാണ്. ഓക്കെ, തിയറി എന്ന് പറയുന്നത് അത് ഒരു റിട്ടൺ എക്സാം ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ എഴുതി പ്രസന്റ് ചെയ്യേണ്ട ഒരു പേപ്പറാണ് ആക്ച്വലി എന്ത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് വളരെ അധികം ലോജിക്കൽ ആൻഡ് കോൺസെപ്ച്വൽ പേപ്പറാണ്. കാരണം ഓഡിറ്റ് എന്ന് പറയുന്ന സാധനം ഈസ് എ ബാക്ക് ബോൺ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു ബാക്ക് ബോൺ ആണ്. അതായത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരാൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വി സ്റ്റാർട്ട് ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ചെയ്ത അക്കൗണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ഈ മുന്നേ ഈ കമ്പനിയുടെ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുന്നത് വരെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, അതിന്റെ റിലയബിലിറ്റി, അത് പ്രോപ്പർ ആയിട്ടാണോ ഈ പ്രിപ്പറേഷനും ഇതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി, ഒരു എക്സ്റ്റേണൽ പാർട്ടിനെ കൊണ്ട് എന്ത് ചെയ്യും, അതിനെ വെരിഫൈ ചെയ്യിപ്പിക്കും. ആ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ഓഡിറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് സ്റ്റാർട്ട്സ് വെൻ ദ അക്കൗണ്ടിങ് എൻഡ്സ്. അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്ട് എൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അക്കൗണ്ടന്റിന്റെ ഒരു ഓഡിറ്ററുടെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ, ഒരു അക്കൗണ്ടന്റ് ചെയ്ത വർക്കിനെ റിവ്യൂ ചെയ്യുക, അത് എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത്, ഓഡിറ്ററുടെ ഡ്യൂട്ടി. എന്ന് വെച്ചാൽ ആ അക്കൗണ്ടന്റിനേക്കാളും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത ആ അക്കൗണ്ടന്റിനേക്കാളും നോളജബിൾ ആയിരിക്കണം ആര്, ഓഡിറ്റർ. സോ ഓഡിറ്റർ ഷുഡ് ബി മോർ നോളജബിൾ ദാൻ എൻ അക്കൗണ്ടന്റ്. ഒരു അക്കൗണ്ടന്റിനേക്കാൾ കൂടുതൽ ആ അക്കൗണ്ട്സ് റിവ്യൂ ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനുള്ളൊരു തോട്ട്സ് അയാളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയും ഇൻഡെപ്ത് ആയിട്ട് ഈ കോൺസെപ്റ്റുകളെല്ലാം, അക്കൗണ്ടിങ്, ലീഗൽ പ്രൊവിഷൻസുകളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം ആര്, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഓഡിറ്റിങ്ങിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പുതിയതായിട്ടൊന്നും ഇല്ല. നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സിലുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പഠിച്ചാൽ മതി അല്ലേ, ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അത് അവിടെ പോകും, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രസന്റേഷൻ വേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞു. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ആ പ്രസന്റേഷൻ കറക്റ്റ് ആണോ, അതിന്റെ ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബാക്ക് എൻഡിൽ ഒരുപാട്, ആ എൻട്രിയുടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ആക്ച്വലി എന്ത് ചെയ്യുക നമ്മൾ ഓഡിറ്റിംഗിൽ ചെയ്യുക. അപ്പോൾ ഓഡിറ്റിംഗ് ഒരു ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അക്കൗണ്ട്സിനെ ഒരു വിലയിരുത്തുന്ന ഒരു പേപ്പറാണ് ആക്ച്വലി എന്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് എൻഡ് ചെയ്യുന്നിടത്താണ് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഷുഡ് ബി മോർ നോളജബിൾ ദാൻ ആൻ അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പം ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് തിയറി പേപ്പർ ആണെങ്കിലും ഈ തിയറി ഇങ്ങനെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണല്ലോ, പഠിച്ചതാണല്ലോ, ഇത് നമ്മൾ അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഇവാലുവേഷൻ അല്ലേ എന്നൊക്കെയുള്ളൊരു ഈ കാര്യം നമ്മളുടെ മൈൻഡിലൂടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന സമയത്ത് പോകും. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ആക്ച്വലി ഓഡിറ്റിംഗ്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് തിയറി ആണ് എന്ന് എന്ത് ചെയ്യും, മൈൻഡിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കും. അപ്പൊ തിയറി ആണെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് കാണുമ്പോൾ നമ്മൾ ബുക്ക് ഫുൾ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അതെ പേജ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, ബാക്കിയൊക്കെ എന്തായിരിക്കും, ഒക്കെ ഒരു വേർഡ് ബൈ വേർഡ് ഇങ്ങനെ പോയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി എന്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് നമുക്ക് അതിന് ഇൻട്രസ്റ്റ് വരും. അപ്പൊ ബേസിക് കോൺസെപ്റ്റിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എന്തായിരിക്കും പഠിക്കുക, എന്താണ് ഓഡിറ്റിംഗ് നമ്മൾ പഠിക്കും അല്ലെ, ആരാണ് ഒരു ഓഡിറ്റർ നമ്മൾ പഠിക്കും അല്ലെ, അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പൾസ്, മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക നമ്മൾ പഠിക്കും. ഓക്കെ, അയാളുടെ എന്താണ്
ഓഡിറ്റിങ്ങിന്റെ കോൺസെപ്റ്റുകൾ, അവർക്ക് ഓഡിറ്റിംഗ് ചെയ്യുന്ന ആള് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ മാതിരി ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന് നമ്മൾ SA സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക, SA എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക. അതിനെ കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓഡിറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന റിസ്ക്, ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ തന്നെ നമ്മളുടെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട് നമുക്കിതിൽ. ഇന്റേണൽ കൺട്രോൾ എന്താണ് നമ്മൾ നോക്കും. ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ നോക്കും. അതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതും നോർമൽ ഓഡിറ്റ് നമ്മൾ എന്താണ് വ്യത്യാസം. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ, നമുക്ക് ഓഡിറ്റിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ അതിൽ കവർ ചെയ്യും. ഓക്കെ, പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ഒരു ഓഡിറ്ററുടെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിറ്ററുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേലെ ഒപ്പീനിയൻ പറയലാണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അഭിപ്രായം അല്ലെ. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ പ്രോപ്പർ ആണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോകാം. ഓക്കെ, അതാണ് അയാളുടെ ഡ്യൂട്ടി. അപ്പൊ ഈ ഒപ്പീനിയന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒപ്പീനിയൻ ശരിയാവാം തെറ്റാവാം, അത് 100% നമ്മൾ പറയുന്ന ഒപ്പീനിയൻ ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമുക്ക് റിസ്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ് ആണ് ഓഡിറ്റ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ കുടുങ്ങില്ല. പക്ഷെ നിങ്ങൾ വളരെ നെഗ്ലിജന്റ് ആണ്, തീരെ ശ്രദ്ധിക്കാതെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസ്ക് ഉള്ളൂ. അല്ലാത്ത സമയത്ത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് റിസ്ക് ഇല്ല. കാരണം ഓഡിറ്റർ ഒരിക്കലും ഒരു 100% ഒരു ആക്യുറസി എന്തെങ്കിലും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഹി ഈസ് ഗിവിംഗ് എൻ ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ ആ ഒപ്പീനിയൻ എന്ന് പറയുന്നതാണ് ഓഡിറ്റിന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. എന്താ സാമ്പിളിംഗ്? നിങ്ങൾ ഓൾറെഡി നിങ്ങൾ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, 100% ഓഫ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ സെലക്ട് ഫ്യൂ ഐറ്റംസ് അല്ലെ. ചില ഫ്യൂ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഐറ്റംസിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് മൊത്തം പോപ്പുലേഷനുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും അല്ലെ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്തിലുണ്ട്, ഓഡിറ്റിംഗിലും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടെക്നിക്കൽ ആയിട്ട് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളതിൽ നോക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ബേസിക്സിൽ നമുക്ക് നോക്കാനുള്ള. ബേസിക്സിൽ നമ്മൾ മെയിൻലി കാണുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ബേസിക്സിൽ വളരെ സിമ്പിളായിട്ട് എന്താണ് ഓഡിറ്റിംഗ്, ആരാണ് ഓഡിറ്റർ, അയാളുടെ പ്രിൻസിപ്പൾസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഓഡിറ്റിങ്ങിന്റെ ബേസിക്സിൽ നമ്മൾ കവർ ചെയ്യാം. ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഈ ടെക്നിക്കൽ വാക്കൊക്കെ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ക്ലാസ് ഒന്ന് പഠിച്ചിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ മൊഡ്യൂൾ. അടുത്ത മൊഡ്യൂൾ ബേസിക്സ് ആണ്. 10 മാർക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന വെയിറ്റേജ് എങ്കിലും അത് 10, 15, 20 വരെയൊക്കെ പോകാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും ബേസ്ഡ് ഓൺ ദ ഓരോരോ എന്താണ് എക്സാമിലും ഓരോ 6 മാസം കൂടുമ്പോഴും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അതിന് വെയിറ്റേജും കൂടുന്നത്, 30% മാർക്ക് വരുന്നത്. അത് കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ നമുക്കറിയാം. കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അല്ലേ. നിങ്ങൾ ലോയില് നിങ്ങൾ എന്ത് ചെയ്യും, അത് നിങ്ങൾ പഠിക്കും. അല്ലെങ്കിൽ ഫൗണ്ടേഷനിലോ കാറ്റിലോ നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ടോ. കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല, അത് ലോയിലാണ് നമ്മൾ പഠിക്കുക. നമുക്ക് ഓഡിറ്റിംഗ് പഠിക്കാനൊന്നുമില്ല. പക്ഷെ കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഓഡിറ്റിംഗ് റിലേറ്റഡ് പ്രൊവിഷൻസ് ഉണ്ട്. ഓഡിറ്റിംഗിൽ റിലേറ്റഡ് പ്രൊവിഷൻസ് ഉണ്ട്. ഓഡിറ്റുമായി ബന്ധപ്പെട്ടുന്ന ചില പ്രൊവിഷനുകളുണ്ട്. ആ പ്രൊവിഷനുകളാണ് എന്ത് ചെയ്യുക നമ്മൾ അവിടെ കവർ ചെയ്യുക.
അത് മാത്രമല്ല കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ 4 ടൈപ്സ് ഓഫ് ഓഡിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ 4 ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ കവർ ചെയ്യും. അത് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. അതിൽ 4 ഓഡിറ്റ് 4 ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സെക്ഷൻ നമ്പർ 138 കമ്പനീസ് ആക്ട് 138 138ാമത്തെ സെക്ഷനിൽ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനീസ് ആക്ടിൽ എന്തിനെ കുറിച്ച് പറയുന്നത്, ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് 138 ഇത് നമ്മൾ കവർ ചെയ്യാം. എന്താണ് ഇന്റേണൽ ഓഡിറ്റും അത് കാര്യങ്ങൾ പറയും. പിന്നെ സെക്ഷൻ 139 മുതൽ സെക്ഷൻ 147 വരെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനിൽ നമ്മൾ കമ്പനി ഓഡിറ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ പറയാം, കമ്പനി ഓഡിറ്റ്. ഓക്കെ, ഒരു കമ്പനി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ നോർമൽ ആയിട്ട് വരുന്ന ഓഡിറ്റിന്റെ പ്രൊവിഷൻസ്, ആരായിരിക്കും അത് ഓഡിറ്റ് ചെയ്യുക, അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അയാള്. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടി, ഓഡിറ്ററുമായി ബന്ധപ്പെടുന്ന കമ്പനീസിന്റെ ഡ്യൂട്ടി, അതുമായി ബന്ധപ്പെടുന്ന പ്രൊവിഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത് അവിടെ കവർ ചെയ്യുന്നത്. ഒരു വലിയൊരു സെക്ഷനാണ് 139 മുതൽ 147 വരെ. പിന്നെ സെക്ഷൻ 148 നമുക്ക് എന്ത് വരുന്നത്, കോസ്റ്റ് ഓഡിറ്റിംഗ് വരുന്നത്. എന്താണ് കോസ്റ്റ് ഓഡിറ്റിംഗ്? കോസ്റ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് CMA, നമ്മൾ CMA പ്രൊഫഷണൽ ആണ് അല്ലെ. CMA പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് ആണ്. നിങ്ങൾക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്ത്, സെക്ഷൻ 148 കോസ്റ്റ് ഓഡിറ്റ്. അത് കമ്പനീസ് ആക്ടിന് അണ്ടറിൽ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ, അത് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, പിന്നെ സെക്ഷൻ 204 അത് സെക്രട്ടേറിയൽ ഓഡിറ്റിംഗ് ആണ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ കൊമേഴ്സില് 3 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ് ആണ് അല്ലെ, CMA, CA, CS. അതില് കമ്പനി സെക്രട്ടറി ചെയ്യുന്ന ഓഡിറ്റ് ആണ് സെക്രട്ടറിയൽ ഓഡിറ്റ്. സെക്രട്ടറിയൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷനുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സും മറ്റു കോസ്റ്റിംഗും ഒന്നല്ല, അവിടെ കംപ്ലയൻസുമായി ബന്ധപ്പെടുന്ന അവരെ ആ കമ്പനീസ് ആക്ട് എത്രമാത്രം അവര് അനുസരിക്കുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഓഡിറ്റ് ആണ് എന്ത്, സെക്രട്ടറിയൽ ഓഡിറ്റ്. അത് ആരെ ചെയ്യാൻ പറ്റുക, കമ്പനി സെക്രട്ടറിയാണ് ചെയ്യുക. CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണെന്ത്, 139 മുതൽ 147 വരെയുള്ള പ്രൊവിഷനിൽ കവർ ചെയ്യുക. അയാളാണ് കമ്പനി ഓഡിറ്റർ നമ്മൾ വിളിക്കുന്നത്. കമ്പനി ഓഡിറ്റർ ആരാവുക, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണാവുക. CMA 148 സെക്ഷൻ 148 CMA-യുടെ ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത്. അപ്പൊ ഈ 3 ആളുകളുടെയും ഓഡിറ്റിനെ കുറിച്ച് കവർ ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് അതിലുണ്ട്. അത് മാത്രമല്ല അതിലുള്ളത്, ഓക്കെ, അതൊരു മേജർ ഏരിയ ആണ്. അതിൽ നിന്ന് നല്ലൊരു പോയിന്റ്, നല്ലൊരു വെയിറ്റേജ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിന് പുറമെ ആ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം 7.1 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓഡിറ്റ് എലിജിബിലിറ്റി, ഡിസ്ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അപ്പോയിന്റ്മെന്റ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സെക്ഷൻ 139 മുതൽ 147 വരെയുള്ള പ്രൊവിഷൻ ആണ്. പിന്നെ കോസ്റ്റ് ഓഡിറ്റ് 148, പിന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് അതോടെ കവേർഡ് ആണ്. പിന്നെ ഓഡിറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ്, P&L അല്ലെ, ബാലൻസ് ഷീറ്റ് ഉണ്ട്, P&L ഉണ്ട്, നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ട്. ഇങ്ങനത്തെ ഈ ഓരോരോ ഐറ്റം, ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ഐറ്റത്തിന്റെയും ഫിനാൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ PP, ഇൻവെന്ററീസ് അല്ലെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലന്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോരോ ഐറ്റത്തിന്റെയും, നേരത്തെ പറഞ്ഞല്ലോ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനം അക്കൗണ്ട്സിന്റെ ഒരു ഇവാലുവേഷൻ ആണ്. അപ്പൊ അക്കൗണ്ടിങ് ചെയ്ത ആള് എത്രമാത്രം PP പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെന്ററി വാല്യൂഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആണ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വെരിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നടത്തും. ഓക്കെ, അതാണ് എന്ത് അടുത്ത നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ ഈ 30 മാർക്ക് വെയിറ്റേജിൽ നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഓഡിറ്റ്
ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് CMA എന്ന് പറയുന്ന ആളുടെ ഒരു ആൾട്ടർനേറ്റീവ് നെയിം ആണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റർ. ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓഡിറ്റർ എന്ന് പറയുന്നതിന്റെ ഒരു പവർ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായതുകൊണ്ടാണ്. എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് നമ്മളാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അല്ലെ. അപ്പൊ ആ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം, അതിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അത് ആരാണ് സൈൻ ചെയ്യുക, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, അത് എപ്പോൾ ഇഷ്യൂ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്യും. അതാണ് മൂന്നാമത് നമുക്ക് അതിൽ കാണുന്നത്. ഒന്ന്, അതിന്റെ പ്രൊവിഷൻസ്, കമ്പനീസ് ആക്ടിൽ പറയുന്ന 4 ഓഡിറ്റിന്റെ പ്രൊവിഷൻസ്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെയും ഓഡിറ്റ് എങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട്, നമ്മൾ ഈ ഒപ്പീനിയൻ ആണോ നമ്മൾ ഫോം ചെയ്യുക. അപ്പൊ ആ ഒപ്പീനിയനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടാവും, അതിൽ എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി, എത്ര ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഒരു കുറച്ച് 4-5 ടൈപ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പം അത് പിന്നെ അതിന് പുറമേ നമുക്ക് വരുന്ന ചില കമ്പനീസ് ആക്ടിന് അണ്ടറിൽ തന്നെ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ, അതിലെ കെയറോ കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമുക്ക് വരുന്നത് സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ടീം ഫോം ചെയ്യണം, ഒരു കമ്മിറ്റി ഫോം ചെയ്യണം കമ്പനീസ് ആക്ടിന് അണ്ടറിൽ. ലിസ്റ്റഡ് കമ്പനികൾ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന എല്ലാ ലിസ്റ്റഡ് കമ്പനിയും ഇല്ല, ഒരു സ്പെസിഫൈഡ് കാറ്റഗറി ത്രഷ് ഹോൾഡ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റുള്ള ആളുകൾ ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം. ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരെന്തൊക്കെ കാര്യങ്ങളെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 177 എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മളുടെ കമ്പനീസ് ആക്ട് നമ്മളെ പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ ഓഡിറ്റിനുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള റെഗുലേറ്ററി ഒരു ബേർഡൻ അല്ലെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ആയിട്ട് ഒരു ഓവർസീയിങ് അതോറിറ്റിനെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരെയാണ് നമ്മൾ നാഫ്ര, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്, NFRA. ഓക്കെ, അപ്പൊ ഈ NFRAയുടെ പണി എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ ഓഡിറ്റ് ചെയ്തത്, ഓഡിറ്റ് പ്രോപ്പർ ആണോ എന്ന് എന്ത് ചെയ്യും, അവര് നമ്മളെടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള പണിഷ്മെന്റും അതിനുള്ള വാർണിംഗും ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് തരാം. അതേപോലെ തന്നെ ഓഡിറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓഡിറ്ററുടെ പ്രൊഫഷണൽ ബിഹേവിയർ, ഓഡിറ്റർ എത്രമാത്രം പ്രൊഫഷണലി ആണ് വർക്ക് ചെയ്യുന്നത്, ഒന്ന് നമ്മൾ ചെയ്ത ഓഡിറ്റിംഗ് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ശരിയാണോ എന്നൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ എത്രമാത്രം യു ആർ ക്വാളിഫൈഡ് ആസ് എ പ്രൊഫഷണൽ അല്ലേ. അപ്പൊ നിങ്ങൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സൊസൈറ്റിയിൽ നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് പൊസിഷനിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് ആര് തരുന്നതാണ്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നതാണ് അല്ലേ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വില നിങ്ങൾ പോക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നിങ്ങളുടെയും ഒക്കെ വാല്യൂ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആർക്കുണ്ട്? NFRAക്ക് ഉണ്ട്. അവരത് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് NFRAയുടെ അതോറിറ്റിനായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3 വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഏകദേശം എല്ലാ കമ്പനികൾക്കും ഒരേപോലെ ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ചില കമ്പനികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി കമ്പനി, അതേപോലെ തന്നെ ബാങ്കിങ് കമ്പനി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അപ്പൊ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ബാങ്കിങ് കമ്പനികളുടെ ഇവരുടെ ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ ഒന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഏകദേശം ഇപ്പൊ ബാലൻസ് ഷീറ്റും P&L ഇതൊക്കെ ഏകദേശം ഒരേപോലെ കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇവരുടെ ഓപ്പറേഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല ഒരു ഹോസ്പിറ്റൽ നടത്തുക അല്ലെ. ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന രീതിയിലായിരിക്കില്ല ഒരു റെസ്റ്റോറന്റ് നടത്തുക അല്ലെ. ഓക്കെ, ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് സെറ്റപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. അയാള് ഹോസ്പിറ്റൽ ഓഡിറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ എന്താൻ പാടില്ല, അയാൾ ഒരു റെസ്റ്റോറന്റ് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല.
ഓക്കെ, ദർ ഷുഡ് ബി എ ഡിഫറൻസ്. അപ്പൊ അത് ഓരോ സ്ഥാപനത്തിലും എന്തൊക്കെയാണ് പ്രയോറിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു സ്പെസിഫിക് സ്ഥാപനത്തിൽ പോയിട്ട് എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് എന്ത്, മൊഡ്യൂൾ 3. അല്ലെങ്കിൽ കാണാൻ പറ്റും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഡിറ്റ് എങ്ങനെയായിരിക്കണം, ഹോസ്പിറ്റൽസിന്റെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഓഡിറ്റ് എങ്ങനെയായിരിക്കണം, പിന്നെ ഓർഗനൈസേഷൻ ഇൻ ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ഹോസ്പിറ്റാലിറ്റി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ്, റിക്രിയേഷൻ ക്ലബ് ആവാം, അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്റർ പോലെയുള്ള സാധനമാവാം, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ അല്ല, നമ്മളുടെ ഒരു ഫെസിലിറ്റി, നമുക്കൊരു കുറച്ചും കൂടി ഒരു റീക്രിയേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഓർഗനൈസേഷൻ, ഓക്കെ, അതിൻ്റെ ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ എങ്ങനെയാണ്. പിന്നെ ബാങ്ക് ഓഡിറ്റ്സ് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം അല്ലേ. നമുക്ക് പ്രൊപ്പറേറ്റർ ആയിട്ട് ബിസിനസ് ചെയ്യാം, നമ്മൾ തന്നെ നമ്മളുടെ ബോസ് ആയിട്ട് പ്രൊപ്പറേറ്റർ ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം അല്ലേ. നമുക്ക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് ബിസിനസ് ചെയ്യാം. പാർട്ട്ണർഷിപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, LLP ആയിട്ട് ഫോം ചെയ്യാം. നോർമൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് അല്ലേ, 1932, അല്ലെങ്കിൽ നമുക്ക് 2008 LLP ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കമ്പനി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. കമ്പനിയിൽ തന്നെ നമുക്ക് 1% കമ്പനി ആയിട്ട് ഫോം ചെയ്യാം, നമുക്ക് എന്താണ് പ്രൈവറ്റ് ആയിട്ട് ഫോം ചെയ്യാം, പബ്ലിക് ആയിട്ട് ഫോം ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഫോം ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ആക്ച്വലി എന്ത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ബിസിനസ് നടത്തുന്നുണ്ട്. നമ്മൾ കാണുന്ന ഇപ്പം നമ്മളെ ULCCS, ഊരാലുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ നമ്മളെ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ്, ഓക്കെ, ഇതൊക്കെ മിൽമ, ഇതൊക്കെ ആക്ച്വലി എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, എല്ലാവരും ചെറിയ ചെറിയ അവരുടെ തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നുകൊണ്ട് സൊസൈറ്റിക്ക് മൊത്തത്തിൽ ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ, ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഇതിൽ നിന്ന് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ അവർ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ അതിന് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കാം. അപ്പൊ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എത്രമാത്രം രീതിയിൽ നമ്മൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് വരുന്നത്. അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, LSGD നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അർബൻ ഏരിയയിൽ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, അർബണിൽ നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അർബൻ LSGD ആണ്. പിന്നെ മുനിസിപ്പാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ടൗൺ പഞ്ചായത്ത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ അർബൻ ഏരിയയിലുള്ള LSGD നമ്മൾ വിളിക്കുക. എന്നാൽ റൂറൽ ഏരിയയിൽ നമ്മൾ എന്താ വിളിക്കുക, റൂറൽ ഏരിയയിൽ നമുക്കൊരു ഹൈറാർക്കി ഉണ്ട്. എന്താണ്, ഗ്രാമപഞ്ചായത്ത് ഉണ്ട് അല്ലെ, പിന്നെ നമുക്ക് എന്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, പിന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് അല്ലെ, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ LSGD എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലെയുള്ള ഓർഗനൈസേഷൻ. അവരുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ കവർ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിയുന്നതോടെ നമ്മൾ പകുതി ഓഡിറ്ററായി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇന്റർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിന് നിങ്ങൾ പോകുന്ന സമയത്ത് യു ക്യാൻ ഡു സം ഓഡിറ്റ്സ്, നിങ്ങൾക്ക് ഓഡിറ്റ് ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരും. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്ന ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് അവിടെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആർട്ടിക്കിൾഷിപ്പ് പീരീഡാണ്. കാരണം ആ സമയത്ത് നമ്മളത് നമ്മൾ അതിനു മുമ്പേ നമ്മൾ ഇന്റർ പഠിക്കുന്ന സമയത്ത് എന്താണ്, തിയറിയാണ്, വെറുതെ വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ബുക്ക് പഠിച്ചിട്ട് നമ്മൾ ആർട്ടിക്കിൾസിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ പഠിച്ച സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രാക്ടിക്കലി നമ്മൾ കാണുകയാണ് ഓരോരോ കോൺസെപ്റ്റുകളും.
ഓക്കെ, അപ്പോൾ നമുക്കറിയാതെ അതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി വരും. ഓക്കെ, സോ അത് വളരെ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻഡെപ്റ്റ്നെസ് ഉള്ള ഒരു പേപ്പറാണ് ഓഡിറ്റിംഗ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വിൽ ഡു എന്താണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം പഠിക്കും. ഇപ്പം നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ തരിക എന്നുള്ളത് മാത്രമാണ് എന്ത് ഇതിലെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഐ ഹോപ്പ് വി ക്യാൻ സീ in the classroom. Okay, so see you. Thank you.